ഉണ്ടാക്കുന്നത് ഒരു കായ് ചുരുട്ടാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ്, പിന്നെ നേന്ത്രപ്പഴം, പഞ്ചസാര. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പശു നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഴം ഇത് കുറച്ച് പഴുപ്പ് കുറവാണ്, അതുകൊണ്ട് ഒന്ന് വാടണം കുറച്ച്, എങ്കിൽ ടേസ്റ്റ് കിട്ടില്ല ശരിക്കില്ല. ഈ പഴം നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞൊരു പഴമായതുകൊണ്ട് ഇത് ഒതുക്കം കുറവാണ്. പഴം ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട ഉടച്ചിട്ടും ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കട്ടെ. നമ്മുടെ തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. ഇത് ഞാൻ ബ്രെഡ് ഒന്ന് ചെറുതായി നനച്ച് കൊടുത്തിട്ട് ഇതിലിനി ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മൈദ ഒരു മുട്ട ചേർത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലൊന്ന് മുക്കിക്കൊടുത്ത് ഞാനിത് മുട്ടക്കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാവുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. എൻ്റെ കായ് ചുരുട്ടിവിടെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേഗം തന്നെ പൊരിയെടുക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ കായ് ചുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് വന്നു. പഴം വെറുതെ കഴിക്കാത്ത കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.